ഹായ്, ഇന്നത്തെ സ്റ്റോറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെയിൻ സ്മോക്കറായിട്ടുള്ള അല്ലെങ്കിൽ സ്മോക്കിങ്ങിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ അയാൾ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ അദ്ദേഹം സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് സാധിക്കുന്നില്ല എന്ന് കണ്ടു. അദ്ദേഹം അതിൻ്റെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ പോകുന്നു. ഡോക്ടർ സിമ്പിൾ ആയിട്ടുള്ളൊരു അഡ്വൈസ് അയാൾക്ക് കൊടുത്തു. ആ അഡ്വൈസ് അയാൾ ലൈഫിൽ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അത് നല്ല രീതിയിൽ ആ സ്മോക്കിംഗ് ഹാബിറ്റിനെ കൺട്രോൾ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതാണ് ഈ സ്റ്റോറി. ഇതിൻ്റെ ബേസ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഹാബിറ്റ്, അതിപ്പോൾ സ്മോക്കിംഗ് ഹാബിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തും നെഗറ്റീവായിട്ടുള്ള ഹാബിറ്റ് നമ്മൾ നിർത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് നിർത്താൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സാധിക്കത്തില്ല. കാരണം നമ്മുടെ ബ്രെയിൻ അതിനെ നല്ല രീതിയിൽ റെസിസ്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ സ്ലോലി ഗ്രാജ്വലി നമ്മളതിനെ ഓവർ പവർ ചെയ്ത് അതിനൊരു വഴി കണ്ടുപിടിച്ചത് എങ്ങനെ ബ്രെയിനിന് ഒരു ഒബ്ജക്ഷൻസ് വരാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ അതിനെ കൺവിൻസ് ചെയ്ത് നമുക്കതിനെ ഓവർ പവർ ചെയ്ത് നമുക്കതിനെ സ്ലോലി നിർത്താം എന്നുള്ളതാണ് ഈ സ്റ്റോറി. ഇതൊരു മെഡിക്കൽ അഡ്വൈസ് ആയിട്ടൊന്നും കരുതണ്ട. പക്ഷേ ഈ സ്റ്റോറിയിൽ പറയുന്ന ആ ഡോക്ടർ കൊടുക്കുന്ന അഡ്വൈസ് ഒരു റിയൽ ലൈഫ് സ്റ്റോറിനെ ബേസ് ചെയ്തുള്ള അഡ്വൈസാണ്. നമ്മളത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് റോങ് ആയിട്ട് ഹാബിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും നമുക്കത് ചേഞ്ച് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഓക്കെ, സ്റ്റോറിയിലേക്ക് കിടക്കാം. സ്റ്റോറി ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 35 വയസ്സുള്ള ഒരു മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരാൾ. അദ്ദേഹം കോളേജിൽ നല്ല രീതിയിൽ പഠിച്ചു. കോളേജിൽ പഠിച്ചിറങ്ങി ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി. ആ ജോലിയിൽ നിന്ന് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് സ്വന്തമായിട്ട് ചെറിയ രീതിയിൽ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് കസ്റ്റമേഴ്സിന് നല്ല സപ്പോർട്ട് കൊടുത്ത് കസ്റ്റമേഴ്സ് നല്ല ക്വാളിറ്റി സർവീസ് കൊടുത്ത് ഓവർ ദ ടൈം വലുതാക്കി കൊണ്ടുവന്ന ഒരു ബിസിനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ആ സിറ്റിയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മെക്കാനിക്കൽ വർക്ക്ഷോപ്പിൻ്റെ ഓണറായിരുന്നു. നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കണ്ടിന്യൂസ് ചെയിൻ സ്മോക്കറാണ്. അദ്ദേഹത്തിൻ്റെ കോളേജ് ലൈഫിൽ സ്മോക്കിംഗ് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആദ്യത്തെ കുറച്ച് കാലത്തെ കഷ്ടപ്പാടും കാര്യം കൊണ്ട് അത്യാവശ്യം നല്ല സ്മോക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോൾ വന്ന് അദ്ദേഹത്തിന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് സ്മോക്ക് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ഓഫീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് പോണേക്കാൾ മുമ്പ് ഒന്ന് സ്മോക്ക് ചെയ്യണം. വർക്ക്ഷോപ്പ് എത്തിക്കഴിയുമ്പോൾ ഒന്ന് സ്മോക്ക് ചെയ്യണം. ഏതെങ്കിലും ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യണേക്കാൾ മുമ്പ് സ്മോക്ക് ചെയ്യണം. ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് സ്മോക്ക് ചെയ്യണം. വൈകുന്നേരം ചായ കുടിക്കുന്നതിന് മുമ്പ് സ്മോക്ക് ചെയ്യണം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും വർക്ക് വന്ന് എന്തെങ്കിലും കസ്റ്റമേഴ്സുമായിട്ട് എന്തെങ്കിലും ഒരു ക്ലാഷ് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം സ്മോക്ക് ചെയ്യും. വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ സ്മോക്ക് ചെയ്യും. രാത്രി വീട്ടിൽ ഉറങ്ങണേക്കാൾ മുമ്പ് സ്മോക്ക് ചെയ്യും. വീട്ടിലെത്തിക്കഴിഞ്ഞ് സ്മോക്ക് ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ദിവസം ഒരു ഫുൾ പാക്കറ്റ് സിഗരറ്റ് അദ്ദേഹം തീർക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ളവരും ഫ്രണ്ട്സും ഈവൻ അദ്ദേഹത്തിൻ്റെ മകൻ 8 വയസ്സായ അദ്ദേഹത്തിൻ്റെ മകൻ എപ്പോഴും അദ്ദേഹത്തോട് പറയുമായിരുന്നു, അച്ഛൻ ഈ സ്മോക്കിംഗ് നിർത്തണം, കാരണം അവൻ്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് സ്മോക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ മരിക്കുന്ന. ഇതൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടിരുന്നേ, എനിക്ക് ഒരുപാട് സമയമുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇത് എനിക്ക് നിർത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിർത്താമതേ ഉള്ളൂ, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ ആവശ്യം വന്നു കഴിഞ്ഞാൽ നിർത്തിക്കോളാം എന്ന് പറയുന്നു. വൈഫിനോടാണെങ്കിൽ വൈഫ് പലപ്പോഴും പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് ഈ സ്മോക്കിംഗ് ഹാബിറ്റ് നിർത്തണമെന്ന്. പക്ഷേ എന്നും അതൊരു ആർഗ്യുമെൻറ്റിലേക്കേ പോകത്തുള്ളൂ. ഞാനൊരു സെൽഫ് ഡെവലപ്ഡ് ആളാണ്, ഞാനൊരു സെൽഫ് ഡിസിപ്ലിനുള്ള ആളാണ്, എൻ്റെ കഴിവുകൊണ്ടാണ് ഇത്രയും വളർന്നു വന്ന് ഈ ഒരു ഹാബിറ്റ് ഞാൻ കൊണ്ടുവന്ന് നടക്കുന്നത്, അത്ര വലിയ പ്രോബ്ലം ഒന്നുമല്ല, എനിക്കിത് വേണമെങ്കിൽ നിർത്താമെന്നൊക്കെ പറഞ്ഞാൽ എന്നും ഒരു ആർഗ്യുമെൻറ്റ് മോഡിലേക്കാണ് സംസാരിച്ചിരുന്നത്. കാരണം അദ്ദേഹത്തിന് അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു ഇതൊരിക്കലും നിർത്തേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നിർത്താമെന്നുള്ളത്. ഈവൻ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ പടം ചുമ്മാ റഫായിട്ട് വരയ്ക്കുവാണെങ്കിൽ പോലും ഒരു വായിലൊരു സിഗരറ്റുള്ള ഒരു രൂപമാണ് വരച്ചുകൊണ്ടിരുന്നത്. കാരണം ആ മകൻ എന്നും കാണുന്നത് അവൻ്റെ അച്ഛൻ എപ്പോഴും ഈ സിഗരറ്റും വായിൽ വെച്ച് നടക്കുന്നതാണ് കാണുന്നത്. അപ്പം അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്നിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഫോണിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരു സുഹൃത്തിൻ്റെ ഫോണിൽ നിന്ന് കോൾ വരുന്നു. അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സുഹൃത്തിൻ്റെ മകളാണ് ഫോൺ വിളിക്കുന്നത്. മകളിന് ഏകദേശം ഒരു 10 വയസ്സോളമായി. അപ്പം മകള് വിളിച്ചിട്ട് പറയുകയാണ്, ആ കുട്ടിയുടെ അച്ഛൻ, അതായത് ഇയാളുടെ ഫ്രണ്ട് ഹോസ്പിറ്റലൈസറാണ്, അതുകൊണ്ട് ഇവരെ കാണണമെന്ന് പറയേണ്ട, ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞ് വൈകുന്നേരം ഈ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും ഇയാളുടെ മനസ്സിലുള്ള എക്സ്പെക്ടേഷൻ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്ന ആൾ. കാരണം കോളേജിൽ പഠിക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിരുന്നു, ഭയങ്കര ആക്റ്റീവായിരുന്നു, ജോലിക്കാണെങ്കിലും കുറേ നാൾ ഭയങ്കര ആക്റ്റീവായിരുന്നു, അങ്ങനെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്. ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് ഈ സിഗരറ്റ് വലിയൊക്കെ കോളേജിൽ വെച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അവർ അതിന് ജോലിക്ക് കയറിയപ്പോഴും പലപ്പോഴും മീറ്റ് ചെയ്യുമ്പോഴും എല്ലാം ഒന്നിച്ച് വലിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ സ്ഥിരം അയാളും ഒരു നല്ല രീതിയിലുള്ള ചെയിൻ സ്മോക്കറായിട്ടാണ് വളർന്നു വന്നത്. അയാളും ലൈഫിൽ ഒരു നല്ലൊരു ജോലിക്ക് കയറി നല്ല രീതിയിൽ സെറ്റിലായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ ഈ മറ്റേയാളെ കണ്ടപ്പോൾ ഈ രാഹുലിന് അയാൾക്ക് തോന്നി ഇയാൾക്ക് നല്ല പ്രായമായല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം
ഹോസ്പിറ്റൽ ബെഡിൽ കിടന്ന അയാൾ ഇവനോട് പറഞ്ഞു, അങ്ങനെ നിന്നെ കണ്ടാലും ഇപ്പോൾ നല്ല പ്രായം തോന്നിക്കുന്നുണ്ട്, നീയും ഒരുപാട് ഇപ്പോൾ വലിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ ഈ വലിയ കാരണമാണ് ഞാൻ ഈ അവസ്ഥയിലെത്തിയത്, എൻ്റെ ലൈഫ് ഭയങ്കര ഡേഞ്ചറാണ്, എന്നോട് നിർത്താനായിട്ട് പലപ്പോഴും പലരും പറഞ്ഞാണ്, ഞാൻ ചെയ്തില്ല, എനിക്കും ഒരു വിചാരമായിരുന്നു നിർത്താൻ ശ്രമിച്ചത് നിർത്താമെന്ന്, പക്ഷേ ഞാൻ തിരിച്ചറിഞ്ഞു എനിക്കിതങ്ങനെ നിർത്താൻ പറ്റത്തില്ല എന്ന്. ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് നിൽക്കുന്നത്, ഇതൊന്ന് എങ്ങനെയും ഒന്ന് റിക്കവർ ചെയ്യണം, പക്ഷേ അതിൻ്റെ മുമ്പ് എനിക്ക് നിന്നോടൊന്നും പറയണമെന്ന് തോന്നി, നീ പറ്റുവാണെങ്കിൽ ഇപ്പോൾ തന്നെ നിർത്തിക്കോ, ഇനി ഹോസ്പിറ്റലായി കഴിഞ്ഞിട്ട് നിർത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, നീ ഇത് നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഫ്രണ്ടിൻ്റെ കടപ്പ് കടവ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തോന്നി, കാരണം ഭാര്യയും മക്കളും ഫ്രണ്ട്സും പലരും പറയുന്നുണ്ട് ഈ സ്മോക്കിംഗ് ഹാബിറ്റ് നിർത്തണമെന്ന്, എന്നാൽ നിർത്തിയേക്കാം എന്നാൽ ഉറപ്പിച്ചങ്ങ് തീരുമാനിക്കുന്നു. വിചാരിച്ചു ഇനി വലിയ വലിക്കില്ല എന്ന് വിചാരിക്കുന്നു. അദ്ദേഹം ലാസ്റ്റായിട്ട് ഒരു സിഗരറ്റ് വലിച്ചിട്ട് ബാക്കി അദ്ദേഹത്തിന് കഴിഞ്ഞ പാക്കറ്റ് അദ്ദേഹം ഒരു ട്രാഷ് ബോക്സിൽ കളഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴും ഇങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലുണ്ട് ഇനി ഒരിക്കലും വലിക്കില്ല എന്ന്. പക്ഷേ വണ്ടിയിലിരുന്നിട്ട് വണ്ടി ഓടിച്ചിട്ട് പോണ സമയത്തും അദ്ദേഹത്തിന് മനസ്സിൽ ഒരു സിഗരറ്റ് വലിക്കാമെന്നും അദ്ദേഹം മാക്സിമം അത് ട്രൈ ചെയ്ത് വലിക്കാതിരിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് നല്ല പരവേശം, അദ്ദേഹത്തിൻ്റെ മനസ്സങ്ങ് അതിനെ അങ്ങ് റിജക്റ്റ് ചെയ്യുന്നു. അദ്ദേഹം ആ ഒരു വറീഡാണോ അവസാനം വീട്ടിൽ ചെന്നപ്പോഴാണല്ലോ അദ്ദേഹത്തിന് വലിക്കാതിരിക്കാനായിട്ട് ഒട്ടും പറ്റുന്നില്ല. അദ്ദേഹം കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം രാത്രി വരെയൊക്കെ തള്ളി നിൽക്കാൻ ശ്രമിച്ചു. രാത്രി ആയിട്ട് അദ്ദേഹം ഒരു രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ എന്നാൽ ഒരു സിഗരറ്റ് വലിക്കാമെന്ന് ഓർത്ത് അദ്ദേഹം കടയിൽ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് മേടിച്ചുകൊണ്ട് വന്നു. ഇനി പറഞ്ഞു ഇനി നാളെ രാവിലെ മുതൽ എന്തായാലും നിർത്തുവാണ്, ഇനി വലിക്കുന്നില്ല എന്ന് പറയുന്നു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു രക്ഷയില്ല, ഇത് വലിക്കാതെ അദ്ദേഹത്തിന് ആ വലിക്കാനുള്ള ത്വര കയറി വന്നിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് ആവുന്നു. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റുന്നില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ വിൽ പവറിൽ ഉറച്ചു നിന്ന് ഓഫീസിലേക്ക് പോകുന്നു. ഓഫീസിൽ കഴിഞ്ഞപ്പോൾ കുറച്ച് വർക്കുകൾ കിടക്കുന്നുണ്ട് സർവീസ് ചെയ്യാനൊക്കെ ആയിട്ട്. അദ്ദേഹം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് അദ്ദേഹത്തിന് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കഴിഞ്ഞ 15 കൊല്ലം നല്ല രീതിയിൽ വർക്കിനെ ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ ഏറ്റവും നല്ല സർവീസ് കൊടുത്തിരുന്ന ആളായിരുന്നു അദ്ദേഹം. പക്ഷെ അന്നേരം ഇന്ന് ഈ സ്മോക്കിംഗ് ഉള്ള കാരണം അതിൻ്റെ ആ ഒരു ഇതിൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് അദ്ദേഹത്തിന് സ്മോക്ക് ചെയ്യാൻ പറ്റാതെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അന്ന് ഉച്ച വരെ ഫുള്ള് ഡൗൺ ആവുന്നു, അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റത്തില്ല. അതേ വെച്ച് എന്നാൽ ഓർണോടെ സ്മോക്ക് ചെയ്തിട്ട് ഈ വർക്ക് തീർക്കാമെന്ന് വിചാരിച്ച് വർക്ക് തീർക്കാൻ വേണ്ടി മാത്രമായിട്ട് അദ്ദേഹം സ്മോക്ക് ചെയ്യുന്നു. കുറച്ച് വർക്കൊക്കെ ഒന്ന് സ്റ്റഡി ആയിട്ട് വരുന്നു. പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരത്തെ വീണ്ടും അടുത്ത് വലിക്കാനുള്ള ടെൻഡൻസി കൂടി തന്നെ അദ്ദേഹം എത്ര ശ്രമിച്ചിട്ട് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അദ്ദേഹം വീണ്ടും വലിക്കുന്നു. അദ്ദേഹം വിചാരിച്ചെന്നാൽ ഇന്ന് വൈകുന്നേരം പിടിച്ചിട്ട് വലിക്കില്ല എന്ന് വിചാരിക്കുന്നു. അദ്ദേഹം വൈകുന്നേരം പിടിച്ചിട്ട് വലിച്ചില്ല. അതിൻ്റെ അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ അദ്ദേഹത്തിന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ത്രൂ ഔട്ട് ഇങ്ങനെ സ്ലൈറ്റ്ലി ഇങ്ങനെ ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവാതെ ഇങ്ങനെ വലിക്കാൻ വേണ്ടി വീണ്ടും എഴുന്നേക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നു. അദ്ദേഹം മാക്സിമം പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിച്ച് അവസാനം നേരം വെളുക്കുന്നു. അദ്ദേഹത്തിന് രാത്രിയോട് ഉറങ്ങാനും കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ആ ഒരു റെസ്റ്റ്ലെസ് ആവുന്നു, അദ്ദേഹം ടയർഡാവുന്നു. അദ്ദേഹം അന്ന് പിന്നെ ഓഫീസിൽ പോകണ്ടെന്ന് വിചാരിക്കുന്നു. പറ്റാത്ത കാരണം അന്ന് വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ട് വീട്ടിലിരുന്നിട്ടാണെങ്കിലും ഇത് വലിക്കാതെ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അദ്ദേഹം വീണ്ടും പുറത്തേക്ക് പോകുന്നു, അകത്തേക്ക് വരുന്നു. അങ്ങനെ ആ ഡേ ഫുള്ള് ഒരു വൈകുന്നേരം ആവുമ്പോഴേക്കും അദ്ദേഹം വീണ്ടും അതിൻ്റെ പീക്ക് ലെവലിലേക്ക് എത്തുന്നു. അദ്ദേഹം വീണ്ടും വലിക്കുന്നു. അന്ന് ആ വൈകുന്നേരം ആയപ്പോൾ വലിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടിയായിരുന്നു. അദ്ദേഹം വീണ്ടും ഒന്ന് ഫുഡൊക്കെ കഴിച്ചു റെഡിയാകുന്ന പക്ഷേ അന്നേരം മൊത്തം ശരീരം തളരാൻ തുടങ്ങി. പിറ്റേ ദിവസം അന്ന് രാത്രി വീണ്ടും വലിച്ചിട്ട് കിടക്കുന്നു. രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും അദ്ദേഹത്തിന് തോന്നലാവുന്നു ഇത് വലിക്കാതെ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റില്ല എന്ന്. അദ്ദേഹം ഒരെണ്ണം വലിക്കുന്നു, ഓഫീസിലേക്ക് പോകുന്നു. വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. വീണ്ടും വലിക്കുന്നു, വർക്ക് ചെയ്യുന്നു. പിന്നെ അദ്ദേഹം 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അതേ റൊട്ടീനായി. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വീണ്ടും നിശ്ചയിക്കുന്നു. ഈ ഫ്രണ്ടിൻ്റെ അവസ്ഥ കൂടുതൽ ക്രിട്ടിക്കലായെന്ന് അറിഞ്ഞതും ഈ ഭാര്യ ഇങ്ങനെ പറയുന്നതും ഭാര്യ പല ആർട്ടിക്കിളൊക്കെ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നു. ഇത് സ്മോക്കിംഗ് കൊണ്ടുണ്ടാകുന്ന ഡേഞ്ചറൊക്കെ ആയിട്ട് അദ്ദേഹം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതേ സൈക്കിൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. അദ്ദേഹത്തിന് അന്നേരം മനസ്സിലാവുന്നു അദ്ദേഹത്തിൻ്റെ വിൽ പവർ കൊണ്ട് അദ്ദേഹത്തിന് ഈ സ്മോക്കിംഗ് ഹാബിറ്റിനെ ഓവർ പവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള അദ്ദേഹം തിരിച്ചറിയുന്നു. അദ്ദേഹം മൊത്തത്തിലൊരു ഡിപ്രഷൻ ലെവലിലേക്ക് പോകുന്നു. കാരണം അത്രയും നാൾ അദ്ദേഹത്തിൻ്റെ വിൽ പവറിലും കഴിവിലും അത്രയ്ക്കും വിശ്വാസം ഉണ്ടായിരുന്നു. എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ആകെ ഒരു ഡിപ്രഷൻ ബോർഡിലേക്ക് പോകുന്നു. അപ്പോഴാണ് വൈഫ് പറയുന്നത് ഈ സ്മോക്കിംഗ് ഹാബിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുണ്ട്, അദ്ദേഹത്തെ പോയി കാണാം എന്ന് പറയുന്നു. അങ്ങനെ ഇയാൾ ആ ഡോക്ടറിനെ പോയി കാണാൻ പോവാണ്. ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയൊരു ലെക്ചറും കുറേ മരുന്നും കുറേ ഇതൊക്കെയായിരിക്കും തരാൻ പോണേ എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വളരെ സിമ്പിളായിട്ട് ഉള്ള ഒരാൾ, ഇയാൾ കൊടുത്ത അഡ്വൈസ് ഇതാണ്: നിങ്ങൾ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആളാണ്. അത് നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങളുടെ ബ്രെയിനിനോട് നിർത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ അതിനെ നല്ല രീതിയിൽ ഒബ്ജക്റ്റ് ചെയ്യും. കാരണം നിങ്ങൾ സ്മോക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എല്ലാം നിക്കോട്ടിനാണ് നിങ്ങളുടെ ബ്രെയിനിനെ ഒരു ഹാപ്പി മോഡിലേക്ക് മാറ്റുന്നതും ഒരു എനർജൈസ് ചെയ്യുന്നതും എല്ലാം ചെയ്തിട്ടിരുന്നത്. ബ്രെയിൻ എപ്പോഴും അത് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പെട്ടെന്ന് സ്മോക്കിംഗ് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ബ്രെയിനിന് ആ ഒരു ഹാപ്പി മോഡിലേക്ക് പിന്നെ വരാൻ സാധിക്കത്തില്ല. അപ്പോൾ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ വീണ്ടും അതിലേക്ക് ചെയ്യാൻ വേണ്ടി
നിർബന്ധിച്ചിട്ടിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സ്മോക്കിംഗ് ഹാബിറ്റിനെ നിർത്താൻ പറ്റാത്തത്. ഇനി നിർത്തിയാൽ തന്നെ നിങ്ങളുടെ ബോഡി തന്നെ റിജക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്റ്റേബിളായിട്ട് നിങ്ങൾക്ക് അതിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഇത് അപ്പോൾ പിന്നെ ആലോചിച്ചു ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചു. അപ്പോൾ പറഞ്ഞു നിങ്ങൾ സ്മോക്കിംഗ് നിർത്താൻ പോകുക എന്നല്ല ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ കൺവിൻസ് ചെയ്യേണ്ടത് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ പിന്നത്തേക്ക് ഈ സ്മോക്കിങ്ങിനെ നീട്ടി വയ്ക്കുക എന്ന് മാത്രം ചിന്തിക്കുക. അപ്പോൾ കമ്പാരിറ്റീവ്ലി ബ്രെയിൻ റെസ്റ്റ്ലെസ് ആവുന്നതെന്ന് മാർക്ക് കിട്ടും. അപ്പോൾ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്മോക്ക് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് കൂടി വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ത്വര കൂടി വരുന്നത്. ആ സമയത്ത് ആദ്യത്തെ ഒരു ദിവസം ആ ഒരു സമയം മാത്രം വലിക്കുക. പിറ്റേ രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ അതും സ്കിപ്പ് ചെയ്ത് പിറ്റേ ദിവസത്തേക്കാണ് വലിക്കുന്നത് എന്നുള്ളതിൽ പ്ലാൻ ചെയ്യുക. അങ്ങനെ സ്ലോലി ഒന്ന് കുറച്ച് കൊണ്ടുവരിക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാക്കറ്റായിട്ട് സിഗരറ്റ് മേടിക്കുന്നതിൻ്റെ പകരം നിങ്ങൾ ഒരു സിഗരറ്റായിട്ട് മാത്രം മേടിക്കുക. അത് മാത്രം കയ്യിൽ വയ്ക്കുക. അന്നേരം പിന്നെ നിങ്ങൾ കയ്യിൽ സിഗരറ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നത്തേക്ക് ഇച്ചിരി പിന്നെ മാറ്റി വയ്ക്കും. അപ്പോൾ ആ ഒരു നിങ്ങളുടെ ത്വര കുറഞ്ഞ് വരും. ആ ത്വര ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായി. അതിൻ്റെ ബേസ് ഇത്രയേ ഉള്ളൂ. ഈ ഡോക്ടറെ ആൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പം നിങ്ങളൊരു വണ്ടി, ആ വണ്ടി സ്ഥിരം പെട്രോൾ ഒഴിച്ച് ഓടിക്കുന്നൊരു വണ്ടിയാണ്. ഒരു ദിവസം പെട്രോൾ ഇല്ലാതെ വണ്ടി നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുമെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല, അതെങ്ങനെ പറ്റണേ, പെട്രോളില്ലാതെ ഓടിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. നിങ്ങളുടെ ബ്രെയിനും അങ്ങനെ തന്നെയാണ്. സ്ഥിരം ഈ നിക്കോട്ടിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് നിങ്ങളുടെ ബ്രെയിൻ നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യേണ്ടിയിരുന്നത്. ഒരു ദിവസം ആ നിക്കോട്ടിൻ കിട്ടാവുന്നുണ്ടെങ്കിൽ ബ്രെയിനിൻ്റെ വർക്കിനെ അത് ബാധിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഈ സ്മോക്കിങ്ങും കൊണ്ട് ഹാബിറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ ലോജിക്ക് മനസ്സിലായി. ഒറ്റയടിക്ക് ബ്രെയിനിനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിനിനെ ഒബ്ജക്റ്റ് ചെയ്യുന്നു മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പയ്യെ ബ്രെയിനിനെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട്, അതായത് വലിക്കാൻ തോന്നുമ്പോൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കുക, ബാക്കി എല്ലാ റൊട്ടീൻസും അതുപോലെ ഫോളോ ചെയ്യുക വലിക്കുന്ന സമയത്തുള്ള. എന്നിട്ട് അദ്ദേഹം ഒന്ന് വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിക്കാനായിട്ട് ടെൻഡൻസി വന്നി. അപ്പോൾ അദ്ദേഹം സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ തന്നെ കയ്യിൽ സിഗരറ്റ് എടുത്ത് പിടിച്ചു. എന്നിട്ട് സ്ഥിരമായിട്ട് വലിക്കാൻ പോകുന്ന വീട്ടിൽ പുറത്തൊരു സ്ഥലമുണ്ട്, അവിടേക്ക് പോയി ഒന്ന് കുറച്ച് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തു, ഒന്ന് എക്സസൈസൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വലിക്കുന്ന പോലെ സിഗരറ്റ് വായിൽ വെച്ച്, പക്ഷേ സിഗരറ്റ് കത്തിച്ചില്ല. അങ്ങനെ കുറച്ച് നേരം നിന്ന് കുറച്ച് ശ്വാസം പുറത്തേക്ക് വിട്ടു, വലിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ സിഗരറ്റ് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രെയിൻ അപ്പോൾ സ്ലോലി അത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. വലിക്കുന്നതായിട്ട് ബ്രെയിൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ പയ്യെ അദ്ദേഹത്തിന് ആ വലിക്കാനുള്ള ത്വര കുറഞ്ഞു വന്നു. അങ്ങനെ അദ്ദേഹം അതിൻ്റെ കുറച്ച് തണുത്ത വെള്ളമൊക്കെ കുടിച്ചപ്പോൾ ബ്രെയിനൊക്കെ ഒന്ന് മൊത്തം ശരീരം ഒന്ന് കൂളായി, മനസ്സൊന്ന് കൂളായി. അങ്ങനെ അന്ന് വൈകുന്നേരം അദ്ദേഹം അത് വെച്ച് മാനേജ് ചെയ്തു, ഉറങ്ങാൻ കടന്നു. കുറേ സമയമൊക്കെ ഉറങ്ങാൻ പറ്റി. പക്ഷേ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പകുതി ഉറക്കത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നലുണ്ടായിരുന്നു വലിക്കണമെന്ന്. പക്ഷേ അദ്ദേഹം അത് പയ്യെ ഇനി നാളെ രാവിലെ വലിക്കാമെന്ന് പറഞ്ഞ് ബ്രെയിനിനെ കൺവിൻസ് ചെയ്ത് അദ്ദേഹം വീണ്ടും കടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ വലിക്കാനുള്ള ടെൻഡൻസി നല്ല രീതിയിൽ വന്നു. അപ്പോൾ അദ്ദേഹം അതേ റൊട്ടീൻസ് എല്ലാം വീണ്ടും ചെയ്തു. അതായത് സിഗരറ്റ് കയ്യിലെടുത്ത് പിടിച്ചു. അത് കഴിഞ്ഞിട്ട് വലിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ടാണ് പോയത്. അദ്ദേഹം വെള്ളം കുടിച്ചു. പയ്യെ വലിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു. പയ്യെ ബോഡീനെ ഒന്ന് ആക്റ്റീവായിട്ട് എനിക്ക് എക്സസൈസൊക്കെ ചെറിയ രീതിയിൽ എക്സസൈസൊക്കെ ചെയ്തു. അദ്ദേഹത്തിന് അന്നേരം വലിക്കാനുള്ള ത്വര കുറഞ്ഞു വന്നു. അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് വന്നു. അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. തിരിച്ച് ഓഫീസിൽ പോയി. പിറ്റേ ദിവസം വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതേ സിറ്റുവേഷൻ വീണ്ടും വന്നു. വർക്ക് ചെയ്യുന്ന സമയത്ത് സിഗരറ്റ് വലിക്കാൻ പോലെ അദ്ദേഹം പുറത്തേക്ക് പോയി, സിഗരറ്റ് കയ്യിൽ പിടിച്ചു, വെള്ളം കുടിച്ചു. അങ്ങനെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ശുഭമായിട്ട് നടന്നു. പക്ഷേ ഉച്ച കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് സ്ഥിരം വലിക്കാറുള്ള സമയമായിരുന്നു. അന്നേരമായപ്പോൾ അദ്ദേഹം ഇതൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് മൈൻഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. വീണ്ടും വലിക്കുന്നു എന്നുള്ള തോന്നലായി. അദ്ദേഹം ഒരു നിവൃത്തിയിലാവുന്നപ്പോൾ അന്നേരം ഒരു സിഗരറ്റ് വലിച്ചു. അന്നേരം കയ്യിൽ ഒരു സിഗരറ്റ് ഉണ്ടായിരുന്നു, അത് തീർന്നു. എന്നിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ സിഗരറ്റ് ഇല്ല കയ്യിൽ. അപ്പോൾ സിഗരറ്റ് ഇല്ല എന്നുള്ള തോന്നൽ മനസ്സിൽ വന്നാൽ വീണ്ടും അദ്ദേഹം ഭയങ്കര റെസ്റ്റ്ലെസ് ആയി. പിന്നെ അദ്ദേഹം ഒരു സ്ഥലത്ത് പോയി സിഗരറ്റ് മേടിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഓർത്ത് ഒരു സിഗരറ്റ് മാത്രം മേടിക്കാൻ പാടുള്ളൂ എന്നുള്ളവർ ഓർത്തു. അദ്ദേഹം ഒരു സിഗരറ്റ് മാത്രമേ മേടിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം ആ സിഗരറ്റ് കയ്യിൽ വെച്ചു. അന്ന് രാത്രിയും ആ റൂട്ടീൻ കണ്ടിന്യൂ ചെയ്തു. സിഗരറ്റ് കൈ പിടിക്കുക, വെള്ളം കുടിക്കുക, എക്സസൈസ് ചെറുതായിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുക. ബ്രെയിനോട് പറയുക ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വലിക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വലിക്കാം എന്നുള്ള ഇത് പറഞ്ഞ് അങ്ങനെ സ്ലോലി അദ്ദേഹത്തിൻ്റെ ആ ഒരു തീക്ഷ്ണതയെ കുറച്ച് കൊണ്ടുവന്ന് വലിക്കാനുള്ള അന്ന് രാത്രിയും അദ്ദേഹം ഒരു രീതിയിൽ ഓവർകം ചെയ്തു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം ഈ റൊട്ടീൻ സിഗരറ്റ് വലിക്കാൻ തോന്നൽ കുറച്ച് കുറഞ്ഞിരുന്നു അദ്ദേഹത്തിന്. ആ സമയത്ത് അദ്ദേഹം വലിക്കുന്ന പോലെ പുറത്തേക്ക് ഇറങ്ങി സിഗരറ്റ് കൈ പിടിച്ചു. എന്നിട്ട് വേറെ ചായ എടുത്തുകൊണ്ട് പോയി ചായ കുടിച്ചു. അങ്ങനെ അന്നും ചെയ്തു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഓഫീസിലാണെങ്കിലും ഭയങ്കരമായിട്ട് വലിക്കാനുള്ള ടെൻഡൻസി വന്ന സമയത്ത് അദ്ദേഹം ഇതുപോലെ തന്നെ ഈ വലിക്കുന്ന എല്ലാം അങ്ങനെ പറഞ്ഞ ഈ വർക്ക് കഴിഞ്ഞിട്ട് വലിക്കാമെന്ന് ബ്രെയിനിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു. അപ്പോൾ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ വർക്ക് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി സഹായിക്കുന്നു. വർക്ക് തീർന്നു. അദ്ദേഹമായി സിഗരറ്റ് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് പറഞ്ഞു ഇനി അടുത്ത വർക്കിനെ ചെയ്തിട്ട് വലിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്ലോലി അദ്ദേഹത്തിൻ്റെ ബ്രെയിനിനെ തന്നെ ഓരോന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് സമയം പിന്നത്തേക്ക് നീക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം ആയപ്പോൾ വലിക്കാൻ ടെൻഡൻസി ഉണ്ടായപ്പോൾ അദ്ദേഹം ചിന്തിച്ചു നാളെ ഈ സമയത്ത് ഞാൻ വലിക്കുമെന്ന് അദ്ദേഹം ബ്രെയിനോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു. ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഒരു രീതിയിൽ അന്നത്തെ ഡേ കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നു.
അങ്ങനെ പിറ്റേ ദിവസവും ഇതുപോലെ റൊട്ടീൻസൊക്കെ ഇതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് അങ്ങനെ അന്ന് വൈകുന്നേരം സിഗരറ്റ് വലിച്ചു. അപ്പോൾ ഈ 3 ദിവസത്തിനല്ല അപ്പം 2 തവണ മൊത്തം സിഗരറ്റ് വലിച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നെ പിന്നത്തെ ദിവസം ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വലിക്കാമെന്ന് ബ്രെയിനിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു. അങ്ങനെ ഒരു സ്ലോലി ഒരു സമയത്ത് പുഷ് ചെയ്ത് മാറ്റിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ത്വരനെ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ആ വലിക്കാനുള്ള ത്വര ഒരു ദിവസം 5-8 തവണ വന്നിരുന്നത് ഒരു 4-5 തവണയായിട്ട് കുറഞ്ഞു. അത്യാവശ്യം വന്നു കഴിഞ്ഞാലും ഇത് പിന്നെ വലിക്കാമെന്ന് ചിന്തിക്കുന്നതെങ്കിലും ഈസി ആയിട്ട് ബ്രെയിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ആ വലിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കുറഞ്ഞു തുടങ്ങി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞത് അത്യാവശ്യം നല്ല രീതിയിൽ അദ്ദേഹത്തിന് വലിക്കാനുള്ള ആ ഇതെല്ലാം കുറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മൊത്തം ഒരു സിഗരറ്റ് മതി എന്നുള്ള അവസ്ഥയിൽ ആഴ്ചയിലൊരു സിഗരറ്റുന്നായി. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് വലിച്ചില്ലേലും അദ്ദേഹം അടുത്ത മാസം വലിക്കാനൊക്കെ വെച്ച് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ മൈൻഡ് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സ്ലോലി അദ്ദേഹം ഗ്രാജുവലി ആ വലിക്കുന്ന ഹാബിറ്റ് കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹത്തിന് തീർക്കാൻ സാധിച്ചു. അപ്പോൾ ഇത് തന്നെയാണ് ലൈഫിലെ എല്ലാ കാര്യത്തിലും. നമുക്കൊരു ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് നിർത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് അതിനെ ഭയങ്കരമായിട്ട് അങ്ങ് ഒബ്ജക്റ്റ് ചെയ്യും. നമുക്കത് ചിലപ്പോൾ നിർത്താൻ പറ്റില്ല. നമ്മൾ ആദ്യത്തെ 1-2 ദിവസമൊക്കെ ചെയ്തു വരും. പക്ഷേ 3-ാമത്തെ സമയത്തേക്കും മൈൻഡ് ഒബ്ജക്റ്റ് ചെയ്ത് നമ്മളതിനെ ഓവർ പവർ ചെയ്ത് നമ്മളത് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ അതേസമയം സ്ലോലി കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ നമ്മളല്ലെങ്കിൽ ഇപ്പം ചെയ്യാൻ തോന്നിയ കാര്യം പിന്നീട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ചെയ്യാൻ തോന്നിയ ത്വര മാറിയിട്ട് പിന്നീടായിരിക്കും നമുക്ക് ചെയ്യാൻ തോന്നണേ. അങ്ങനെ സ്ലോലി ഓവർ ദ ടൈം അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിന് റിക്കവർ ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഏത് ഹാബിറ്റാണ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിനെ ബേസ് ചെയ്തുള്ളൊരു അഡ്വൈസാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്മോക്കിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളിത് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവർക്ക് റിക്കവർ ചെയ്യാനായിട്ട് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ബൈ, സീ യു.